ഹലോ, വെൽക്കം ബാക്ക് ടു കുലു ആൻഡ് ചിമ്മൂസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു വെള്ളക്കടലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങയൊന്നും അരക്കാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തലേന്ന് കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ രാവിലെയാണ് കുതിർത്ത് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 5 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെക്കണം. എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കഴുകി വെച്ച ഈ കടല നമുക്ക് ഒരു കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കടല കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലോട്ടേക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലോട്ടേക്ക് ഒരു 2.5 കപ്പ് അളവിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 5 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ കടല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തണിയാൻ മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിലോട്ട് നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലോട്ടേക്ക് നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ മിക്സിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ ഉള്ളി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതാ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞിട്ടാകുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാം കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്കൊരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നല്ലൊരു പഴുത്ത ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച കടലയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കടല ഞാൻ ജാറിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയ മസാലയിലോട്ടേക്ക് ആ കടല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം. ആ കടലയും തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ മസാല എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ആ കടലയുടെ പേസ്റ്റും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ജാറിലോട്ടേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കടലക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കുറവേ മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ.
അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ യമ്മി ആയിട്ടുള്ള കടലക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയും കൂടെയൊക്കെ കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.